ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആര്യ. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫാമിലി തോട്ട്സ് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂട്ടത്തോടെ പൂക്കൾ ഒരുമിച്ച് വിടർന്നു നിൽക്കുന്ന ചെടികളോടാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യം. അത്തരത്തിലൊരു ചെടിയാണ് കേട്ടോ കലാഞ്ചിയോ. പ്രത്യേകിച്ച് ഇതിൻ്റെ സീസണാണിപ്പോൾ. ഒരു ഡിസംബർ അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ജനുവരി ആദ്യത്തോടു കൂടിയൊക്കെ മൊട്ടുകളൊക്കെ വന്നു തുടങ്ങി. ജനുവരി ഫെബ്രുവരി മാർച്ച് സമയങ്ങളിൽ നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. അധികം കെയറിങ് ഒന്നും ആവശ്യമില്ലെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കലാഞ്ചിയോ ചെടി നട്ടുപിടിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, റീപോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റിയെ പറ്റി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഒരു മൾട്ടി പെറ്റലായിരിക്കും, അടുക്കിൻ്റെ പൂക്കളായിരിക്കും. കുറേയേറെ കളർ വെറൈറ്റീസ് ഉണ്ട്. പീച്ച്, വൈറ്റ്, യെല്ലോ, മജന്ത, റെഡ്, അങ്ങനെയുള്ള കുറച്ചേറെ കളർ വെറൈറ്റീസ് ഉണ്ട്. ഇതിൻ്റെ പൂക്കളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുമിച്ചായിരിക്കും ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു ബൊക്കെ പോലെയൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻഡോറിലായിട്ടും നമുക്ക് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. മിക്ക പ്ലാന്റ്സിനും പൂക്കൾ ഉണ്ടാവാനായിട്ട് നന്നായിട്ട് സൺലൈറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ് നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്താൽ ശരിയാവില്ല എന്ന് പറയുന്നതാണ് കോമൺ ആയിട്ട് നമുക്കറിയാവുന്നത്. എങ്കിൽ കലാഞ്ചിയോയ്ക്ക് ഒരുപാട് ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. രാവിലത്തെ കുറച്ച് വെയിലൊക്കെ ഒരു വിൻഡോ സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ. പിന്നെ ഒരു ഹൈബ്രിഡ് കലാഞ്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സീസൺ കഴിഞ്ഞിട്ട് ഈ ഒരു പൂക്കൾ കഴിഞ്ഞിട്ട് ഈ ചെടി നശിച്ചു പോകുന്നു എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചെടിയിൽ നിന്ന് ഒരു പൂക്കൾ അങ്ങോട്ട് വാടി തുടങ്ങുമ്പോഴേ ആ പൂവിൻ്റെ ഭംഗി കഴിയുമ്പോഴേ അതിൻ്റെ ബ്രാഞ്ചസ് കട്ട് ചെയ്തിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാനായിട്ട് നോക്കിക്കോളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് കമ്പ് മുറിച്ചിട്ട് തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ. പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്. ചകിരിച്ചോറിലോ മണ്ണിലോ ഒക്കെ നമുക്ക് കുത്തിപ്പിടിപ്പിച്ച് തൈകൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്ന ഈ ഒരു ചെടിയുടെ വലിപ്പമാണ് കേട്ടോ. ഇത്രയുള്ളൊരു ചെടിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ചിലതിലൊക്കെ 1-2 തൈകളൊക്കെ കാണും. അപ്പോൾ കുറേയേറെ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഈ ബ്രാഞ്ചസിൽ നിന്നും എല്ലാം ഇതുപോലെ ടിപ്പിൽ മുട്ടുകളും പൂകളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ പൂവിൻ്റെ ഭംഗി കഴിയുമ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് റൂട്ടിംഗ് ഹോർമോണിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇളക്കമുള്ള ഏതെങ്കിലും ഒരു മണ്ണിലോ മണലിലോ അല്ലെങ്കിൽ ചകിരിച്ചോറിലോ കുത്തിക്കൊടുത്താൽ 2-3 ആഴ്ച കൊണ്ട് തന്നെ വേരുകൾ ഉണ്ടാവും. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ കാര്യമാണ്. ഇതൊരു സക്കുലൻ്റ് വെറൈറ്റിയിലുള്ള ഒരു ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഇലയും തണ്ടൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ഫ്ലഷി ആയിട്ടുള്ള ഇലകളൊക്കെയാണ്. അപ്പോൾ നന്നായിട്ട് വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ മാത്രം വെള്ളം കൊടുത്താൽ മതി. അതിപ്പോൾ ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും നമ്മളൊരു ബോട്ടിംഗ് മിക്സിൻ്റെ നനവൊക്കെ നോക്കിയിട്ട് മാത്രം വെള്ളം കൊടുത്താലും മതി. പിന്നീട് നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ചുവട്ടിൽ നിന്നും കുറച്ച് ഇലകൾ അങ്ങ് കട്ട് ചെയ്ത് കളയാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് പുതിയ കതിർപ്പുകൾ ഉണ്ടായി പുതിയ ബ്രാഞ്ചസ് ഉണ്ടായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇലയിൽ നിന്ന് പോലും പുതിയ ചെടി ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്കിതിൻ്റെ കുറച്ച് തണ്ടിന് നീളമുള്ള ഒരു ഇല കട്ട് ചെയ്തെടുത്തിട്ട് അത് മണലിലേക്കോ അല്ലെങ്കിൽ ചകിരിച്ചോറിലേക്കോ വെച്ച് കൊടുത്താൽ ഇതിൽ നിന്ന് പോലും പുതിയ ബ്രാഞ്ചസ് ഉണ്ടായി വരുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ കലാഞ്ചിയുടെ ഒരു പുതിയ ചെടി ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് റീപോർട്ട് ചെയ്യേണ്ട ഒരു പോട്ടിംഗ് മിക്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മണ്ണും മണൽ കുറച്ചാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചരല് അല്ലെങ്കിൽ ഇളക്കമുള്ള മണ്ണുണ്ടല്ലോ അതായാലും മതി. പിന്നെ കുറച്ച് ചകിരിച്ചോറ് കുറച്ച് മാത്രം മതി. ഒരുപാട് വെള്ളം കെട്ടി നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കൂടി ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഒരുപാട് വളങ്ങളോ ഒന്നും ഈ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്രോ ബാഗാണ് കേട്ടോ, പഴയ ഗ്രോ ബാഗാണ്. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ പഴയ ചട്ടിയിലോ ഒക്കെ നടുവാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലിരുന്ന് ആ പോട്ടിംഗ് മിക്സ് മാറ്റിയിട്ട് നമ്മൾ പുതിയതായിട്ട് പോട്ടിംഗ് മിക്സ് ഫില്ല് ചെയ്തിട്ട് വേണം ചെടി നടാനായിട്ട്. കാരണം പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു സെൻസിറ്റീവ് പ്ലാന്റ് ആണ്, പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റുക അല്ലെങ്കിൽ ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്കിതുപോലെ ചകിരിച്ചോറിൽ പിടിപ്പിച്ച തൈകളാണ് കിട്ടുന്നത്. മോസ്റ്റ്ലി കൂടുതലും ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ചുവട്ടിലിരിക്കുന്ന ചകിരിച്ചോറ് നന്നായിട്ട് ഇളക്കി കളയുക. വേരുകളൊന്നും പൊട്ടാതെ തന്നെ നമ്മൾ ഈ ഒരു ചകിരിച്ചോറ് ഒരുപാട് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ചകിരിച്ചോറ് എടുത്ത് കളയുക. വേര് പൊട്ടാതെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ തണ്ട് അവിടെ വെച്ചിട്ട് തന്നെ ആ ഒരു ചകിരിച്ചോറിൽ വെള്ളം പിടിച്ച് നിന്നിട്ട് അത്രയും ഭാഗം വെച്ചിട്ട് തന്നെ അഴുകി പോകാനുള്ള സാഹചര്യമുണ്ട്. നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചെടിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പൂക്കളും നല്ല ഫ്രഷ് ആയിട്ടിലേക്ക് നിൽക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെ വെച്ചിട്ട് ആ ഒരു ചെടി ഒടിഞ്ഞു പോകും. അത്രയും ഭാഗം ചീങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അത്രയും ഭാഗത്ത് ചകിരിച്ചോറ് ഇളക്കി കളയുക. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മണ്ണിട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ആ ഒരു വേരുണ്ടാകുന്ന ഭാഗത്തുനിന്ന് ഒരുപാട് മുകളിലേക്ക് പോകണ്ട. അങ്ങനെ ആകുമ്പോൾ
എപ്പോഴും ആ ഒരു മണ്ണിൻ്റെ അടിയിൽ ഒരു ചെറിയ ചൂടിൽ നിന്നിട്ട്, മണ്ണിനടിയിൽ എന്തായാലും ഒരു ചെറിയ ചൂടുണ്ടല്ലോ, ചെടികളെല്ലാം ഒരു ചൂടിലാണ് നിൽക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വേരിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കേണ്ട. ചെടികളെ നട്ട് കഴിയുമ്പോൾ ഏത് ചെടി നട്ട് കഴിഞ്ഞാലും നമ്മൾ അപ്പോൾ നന്നായിട്ട് വെള്ളം കൊടുക്കുക. അങ്ങനെ നമ്മൾ ചെടികളെ നട്ട് കഴിയുമ്പോൾ നന്നായിട്ട് ആ പോട്ടിംഗ് മിക്സ് മുഴുവൻ നനഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ഡ്രെയിനേജ് ഹോളിലൂടെ വെള്ളം പുറത്ത് വരുന്ന രീതിയിൽ വെള്ളം കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വെള്ളം കൊടുത്താൽ മതി കേട്ടോ. അത് ആ ഒരു ചെടിയുടെ ഇലകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വെള്ളം കൊടുക്കാറായി എന്നുള്ളത്. വെള്ളം ഒരുപാടായാലും ഇതിൻ്റെ ഇലകളൊക്കെ മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് ഉള്ളത് ഇതിനകത്ത് പുഴുവിൻ്റെ ശല്യമാണ്. അതിന് വേണ്ടിയിട്ട് നീം ഓയിലോ സോപ്പ് വാട്ടറോ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ പാർഷ്യൽ സൺലൈറ്റ് കിട്ടുന്ന ഒരു രീതിയിലാണ് ഈ ചെടി സെറ്റ് ചെയ്ത് വളർത്തേണ്ടത്. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കണ്ട കേട്ടോ. വളത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലവറിങ് സീസണൊക്കെ അടുത്ത് വരുമ്പോഴേക്കും മാസത്തിൽ ഒരിക്കൽ എന്ന രീതിയിൽ മാത്രം വളങ്ങൾ കൊടുക്കുക. ഒരുപാട് വളത്തിൻ്റെ ആവശ്യമില്ലാത്ത ചെടിയാണ്. ഇത്രയൊക്കെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നമുക്കും കലാഞ്ചി ഈസി ആയിട്ട് വളർത്തിയെടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ.